2-3 ദിവസമായില്ലേ നമ്മളെന്നും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കഴിക്കുന്നത്. എന്നും നോൺ വെജ് കഴിച്ചാൽ എനിക്ക് വേഗം മടുക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ മടുപ്പുണ്ടാവുക? അപ്പം ഞാൻ കരുതി നല്ല തൈര് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ നമുക്ക് നല്ല തൈര് കറി ഉണ്ടാക്കാമല്ലോ. ഇത് എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ്? ചിലർ തേങ്ങയൊക്കെ ചേർത്തായിരിക്കും വെക്കുക, പക്ഷെ ഞാൻ തേങ്ങയൊന്നും ചേർക്കില്ല. കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചു, തക്കാളി എടുത്തു, ഇഞ്ചിയും പച്ചമുളകും ചതക്കി വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിത് നല്ലൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഈ നല്ലൊരു ചട്ടി എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ ചട്ടികളിൽ എൻ്റെ ഫേവറേറ്റ് ചട്ടിയാണിത്. ഈ ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മറ്റുള്ള ചട്ടികളൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതിന് വേണ്ട കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് അവിടെ കിടന്ന് പൊട്ടട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഉലുവയും ജീരകവും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടാൻ ഒരുപാട് ടൈം എടുക്കും, ചട്ടി ആയതുകൊണ്ടായിരിക്കും. പൊട്ടട്ടെ, ആ കടുക് നല്ലോണം അങ്ങ് പൊട്ടട്ടെ. പടപടാന്ന് കടുക് പൊട്ടുന്നുണ്ടെന്ന് മോളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവളാണല്ലോ വീഡിയോ എടുത്ത് തരുന്നത്. കടുക് പൊട്ടിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അടുത്ത ആരാണ്? ഉലുവ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ മെല്ലെ ഉലുവയുടെ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവയുടെ പാത്രം എടുത്ത് ഉലുവ ഇട്ട് കൊടുക്കണം. ഈ പുക കണ്ടപ്പോൾ ഞാനും മോളും നല്ല ചിരിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, പുറത്തുള്ളവരൊക്കെ കരുതും ഇവിടെ ഭയങ്കര തീപിടുത്തായിരിക്കും, ഇത്രയും നല്ലോണം പുക പോകുന്നുണ്ടായിരുന്നു. ചട്ടി ചൂടായതുകൊണ്ടാണ് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ കായ്മുളക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തു. ജീരകം നല്ലതല്ലേ, നമ്മൾ ഗ്യാസ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലൊരാളല്ലേ ജീരകം. അങ്ങനെ കുറച്ച് ജീരകവും ഇട്ട് കൊടുത്ത് അത് അവിടെ കിടന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്, ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സവാളയും പിന്നെ എന്താ പറയുക, ഇഞ്ചിയും പച്ചമുളക് ചതക്കിയതും തക്കാളിയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ടൈമിന് നന്നായിട്ട് പുക വരുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി എന്താണാവോ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം തന്നെയാണല്ലോ ചട്ടി പണി തരുന്നതെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിക്കൊരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല, ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ചട്ടി നല്ലോണം ചൂടായതുകൊണ്ടാണേ. പിന്നെ അതിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക കേട്ടോ. ഞാൻ പച്ചമുളക് ചതക്കി ഇട്ടതല്ലേ, അതിൽ ഓൾറെഡി എരിവുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കാശ്മീരിയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇവിടെ മോൾക്കും ഹസ്ബൻഡിനൊന്നും അധികം സ്പൈസ് ഇഷ്ടമല്ല, എനിക്കാണെങ്കിൽ സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. കളിയാക്കുന്നവരൊക്കെ ഉണ്ടാകും. എനിക്ക് എൻ്റെ വീഡിയോ പെർഫെക്റ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആൾ ദാൽ റവാബിയുടെ തൈര്. ഞങ്ങളിത് കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി വെച്ചപ്പോൾ അതിന് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത തൈരിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അതാണ് ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കാനും എടുക്കുന്നത്. അൽറബാബിക്ക് ഒരു പരസ്യവും നല്ല കേട്ടോ. അൽറബാബി നമ്മുടെ ചങ്കല്ലേ, ഹസ്ബൻഡ് അവിടെ ആയതുകൊണ്ട് അതിനോട് നമുക്ക് എന്നും ഒരു കൂറുണ്ടാകും. അത് കഴിഞ്ഞ് ഞാൻ ആ തൈര് സ്പൂൺ വെച്ച്, അതേ സെയിം സ്പൂൺ തന്നെ അത് വെച്ച് ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ തൈര് നന്നായി ഈ വാടിയ ഉള്ളിയും തക്കാളിയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട, തേങ്ങയോ അങ്ങനെ ഒന്നും വേണ്ട. എന്നാൽ നല്ല കട്ടിയുള്ള കറിയുമായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തും വടിച്ചെടുക്കും, ഒന്നും വേസ്റ്റ് ആക്കുന്നത് എനിക്കിഷ്ടമല്ല. നന്നായി ആ തൈര് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്, ഇതിനൊരു പരുവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വാടിയതിൽ ഇത് കൂടി ഇട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല, കുഴപ്പമില്ല. ഇനി ഇതധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, തൈര് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി.